സ്വാഗതം. നമ്മുടെ ഒരു പുതിയ ചാനലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെയാണ്. ആദ്യത്തെ ചാനൽ ഫുട്ബോൾ ഹബ്ബാണ്. ഈ ചാനലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ലബ്സിന്റെ സൈനിങ്സും മാനേജേഴ്സിനെയും പ്ലേയേഴ്സിനെയും കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഈ ചാനലിന്റെ വളർച്ചയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും അനിവാര്യമാണ്. ഇതിൽ നമ്മൾ എന്തായാലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ്, വെറൈറ്റി കണ്ടന്റ് എന്നാണ് നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പത്തെ നമ്മുടെ ഈ ആദ്യത്തെ വീഡിയോത്തെ ഡിസ്കസ് നമ്മള് സിമിയോൺ ഇൻസാഗിയെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സിമിയോൺ ഇൻസാഗി ഇന്റർ മിലാൻ വിട്ട് അൽ ഹിലാലിലേക്ക് പോയി. ഇന്നലെ ഫബ്രിസിയോ റൊമാനോ അത് കൺഫേം ചെയ്താണ്. ആള് 2 വർഷത്തെ കോൺട്രാക്ട് ആണ് അൽ ഹിലാലോട് ഒപ്പിട്ടുള്ളത്. ഇത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിന് മുമ്പ് തന്നെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു, സിമിയോൺ ഇൻസാഗി അൽ ഹിലാലിലേക്ക് പോകുന്നു. ഇപ്പൊ അത് ഒഫീഷ്യൽ ആയിരിക്കുന്നു. സിമിയോൺ ഇൻസാഗിന്റെ കീഴിൽ ഇന്റർ മിലാൻ ഒരു സ്കുഡറ്റോ, 3 കോപ്പ ഇറ്റാലിയ, 3 സൂപ്പർ കോപ്പ ഇറ്റാലിയ ട്രോഫി നേടി. അപ്പൊ ആൾക്ക് ഇത്രയും ട്രോഫിയൊക്കെ നേടിച്ചാലും ആൾക്കൊരു പ്രോപ്പറായിട്ട് ബാക്കിംഗ് പോലും കൊടുത്തിട്ടില്ല ഇന്റർ മിലാന്റെ ബോർഡ്. അപ്പൊ അവരുടെ സൈനിങ്സ്, ഇൻസാഗിയുടെ കീഴിലുള്ള സൈനിങ്സ് നോക്കിയാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോ ലാസ്റ്റ് സമ്മർ സൈനിങ് ആണെങ്കിലും അവരുടെ ഓവറോൾ സൈനിങ്സ് ആണെങ്കിലും അവര് കുറെ ഒരു ഫ്രീ ട്രാൻസ്ഫർ ആണ് അവര് കുറെ നടത്തിയത്. പിന്നെ കുറെ ലോൺ പ്ലേയേഴ്സിനൊക്കെയാണ് നടത്തിയത്. അതല്ലാതെ അവര് പ്രോപ്പറായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കാശ് എറിഞ്ഞിട്ടുള്ള ഒരു സൈനിങ്സ് ഒന്നും നടത്തിയിട്ടില്ല. എന്നിട്ട് അവർക്കൊരു പ്രോപ്പർ ടീമുണ്ട്, അവർക്കൊരു പ്രോപ്പർ സ്ക്വാഡ്, ഒരു വിന്നിംഗ് സ്ക്വാഡ് സിമിയോൺ ഇൻസാഗിക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു, അവിടെ കളി ഉണ്ടാക്കാൻ സാധിച്ചു. അതാണ് ഒരു മാനേജറിന്റെ ഒരു കഴിവ് എന്ന് പറയുന്നത്. അതായത് മിനിമം ആയ ബഡ്ജറ്റില്, ലോ ബഡ്ജറ്റില് ഹൈ ക്വാളിറ്റി ടീം, ഹൈ ലെവലില് പെർഫോം ചെയ്യാൻ പറ്റുന്ന ടീമിനെ ഇൻസാഗി അവിടെ ക്രിയേറ്റ് ചെയ്തു. അതാണ് ഇൻസാഗിയുടെ ഒരു മാനേജറിംഗ് എബിലിറ്റി നമുക്ക് അവിടെ കാണിച്ച സാധിക്കുന്നത്. അത് സൈനിക പ്ലേയേഴ്സ് ഫുള്ള് 30 വയസ്സിന്റെ ആൾക്കാരാണ്. ഇപ്പോ ഡിഫൻസില്, മിലാന്റെ ഡിഫൻസില് ആ ഒരു 3-5-2 ആ രീതിയിലാണ് അവര് കളിക്കുന്നത്. അവരുടെ ഡിഫൻസില് അച്ചർബിയാണ്, 37 വയസ്സുകാരനായ അച്ചർബിയാണ് ഡിഫൻസില്. ഗോൾ കീപ്പർ യാങ് സോമർ, വളരെ സൂപ്പർ ഗോൾ കീപ്പർ തന്നെയാണ്. 35 വയസ്സായി യാങ് സോമറിന്. പിന്നെ അർനാട്ടോവിച്ചിന്, ആൾക്ക് 35 വയസ്സ്. ഇപ്പം PSG ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് ഫൈനലില് അവരുടെ സ്കോഡ് ആവറേജ്, PSG സ്കോഡ് ആവറേജ് 25. അതായത് അവർ സ്റ്റാർട്ടിംഗ് ലെവലില് ഇറക്കിയ സ്കോഡിന്റെ ആവറേജ് 25. ഇന്റർ മിലാൻ സ്റ്റാർട്ടിംഗിൽ ഇറക്കിയ സ്കോഡിന്റെ ആവറേജ് 35. അതിൽ തന്നെ 3 30-ന്റെ മേലെ വയസ്സുള്ള ആൾക്കാരുണ്ടായിരുന്നു. മിഡ്ഫീൽഡറിൽ മിക്കിറ്റാരിയൻ, ഡിഫൻസിൽ അച്ചർബി, ഗോൾ കീപ്പർ യാങ് സോമർ. ഈ 3 ആൾക്കാരും അവരെ സ്ഥിരം സ്റ്റാർട്ടേഴ്സ് ആണ്. എല്ലാ മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലേയേഴ്സ് ആണ് ഈ 3 ആൾക്കാരും. 3 ആൾക്കാർ മോശം പ്ലേയേഴ്സ് ഒന്നല്ല, ഫുള്ള് മോർ ദാൻ 30 years ഓൾഡ് ആയ പ്ലേയേഴ്സ് ആണ് ഈ 3 ആൾക്കാരും. എല്ലാ മത്സരത്തിലും ഈ 3 ആൾക്കാർ ഇറങ്ങും. ഇന്റർ മിലാന്റെ ബോർഡ് ഇത്രയും കൂടി കാശ് കൊടുത്തിട്ട് ഇത്രയും നന്നായിട്ട് ബാക്കപ്പ് ചെയ്ത ഇതിനെക്കാട്ടും നല്ല രീതിയിൽ സിമിയോൺ ഇൻസാഗിക്ക് ടീമിനെ ബിൽഡപ്പ് ചെയ്യായിരുന്നു. അതിന്റെ ഉദാഹരണമാണ് 2021-22 സീസണില് ഇന്റർ മിലാൻ AC മിലാന്റെ ഒപ്പം ടൈറ്റിൽ റേസിൽ നിന്നിട്ട് അതവിടെ കളി ഇന്റർ മിലാൻ. ആ സമയത്ത് AC മിലാന്റെ യങ് സ്ക്വാഡായിരുന്നു. 4 പോയിന്റിലാണ് ഇന്റർ മിലാൻ പോയത്. AC മിലാന് 86 പോയിന്റും ഇന്റർ മിലാന് 82 പോയിന്റും എന്ന രീതിയിലാണ് ഇന്റർ മിലാനാണ് ടൈറ്റിലാണ് അവിടെ ഡ്രോപ്പ് ചെയ്തത്. അതെന്ന് വെച്ചപ്പോ 2 ടൈറ്റിലായ, 2 സ്കോഡത്തോ ടൈറ്റിലായ തന്നെ ഇന്റർ മിലാന്റെ ഷെഫില്. അത് മാത്രല്ല അവര് ഇന്റർ മിലാൻ 2 ചാമ്പ്യൻസ് ലീഗ് കളിച്ചു, 2ലും തോറ്റു. ഇതാണ് കാരണം. ഇതൊക്കെ ഇവിടെ ഒരു മാനേജറിന്റെ ബ്ലെയിം അല്ല, ഇവിടെ നമ്മൾ ബോർഡിനെ ഒന്നും കൂടി ചെയ്യേണ്ടത്. അതായത് മാനേജറിനാളുടെ കഴിവുകൾ അവര് ശ്രമിച്ചു. അവള് രണ്ടാമത്തെ ഫൈനലാണ്, 2 സീസണില് 2ാമത്തെ ഫൈനലാണ് സിമിയോൺ ഇൻസാഗി ഇന്റർ മിലാനെ വെച്ചിട്ട് ഫൈനലിലേക്ക് എത്തിക്കണേ. ഇതേ ടീമിനെ വെച്ചിട്ട്, അതായത്
30 വയസ്സിലും മോർ ദാൻ 4-5 പ്ലേയേഴ്സ് ഉണ്ട് ആ സ്ക്വാഡിൽ 30 വയസ്സിലെ ആൾക്കാർ. എന്നിട്ട് ഈ ആൾക്കാരെ വെച്ചിട്ടാണ് ഹൈ കോമ്പറ്റീഷൻസിന്റെ ഫൈനൽ എത്തിക്കുന്നത്. സെമി ഫൈനൽ തോൽപ്പിച്ചത് ആരെ? ബാഴ്സലോണയാണ്. ബാഴ്സലോണ ഇങ്ങനത്തെ ടീമാണ്, യങ് പ്ലേയേഴ്സിന്റെ ടീം. യമാല്, ഗവി, പെഡ്രി, ലോപ്പസ് കുബാർസി എന്നിങ്ങനെയുള്ള ഒരു മെയിൻ പ്ലേയേഴ്സിന്റെ ടീമിനാണ് ഇന്റർ മിലാൻ തോൽപ്പിച്ചത്. അത് ലാസ്റ്റ് ഗോൾ അടിച്ചത് ആരാ? അച്ചർബി. 37 വയസ്സുകാരൻ അച്ചർബിയാണ് ഗോൾ സ്കോർ ചെയ്തത്. ഇതൊക്കെ മാനേജറിന്റെ കഴിവാണ് എടുത്തു കാണിക്കുന്നത്. ഇപ്പൊ ഇൻസാഗി അവിടെ നിന്ന് ലീവ് ചെയ്യാണ്. ഇനി എന്താണ് ഇന്റർ മിലാന്റെ ഫ്യൂച്ചർ? ഇനി ഇന്റർ മിലാൻ നെക്സ്റ്റ് എന്ത് ചെയ്യും? അതാണ് എല്ലാവർക്കും അറിയേണ്ടത്, എല്ലാവരും നോക്കണത്. ഇപ്പൊ ഇന്റർ മിലാന്റെ കോച്ചായിട്ട് ഇപ്പൊ റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 ആൾക്കാരാണ് മെയിൻ ആയിട്ട് വരുന്നത്. ഒന്ന് സെസ്ക് ഫാബ്രിഗാസ്, കോമോന്റെ മാനേജറാണ്. അവിടെ ഒരു ബ്രില്യൻ ജോബാണ് അവിടെ ചെയ്യുന്നത്. ലാസ്റ്റ് സീസണിലാണ് അവര് പ്രൊമോട്ട് ചെയ്ത് സീരിയയ്ക്ക് വന്ന്. ഈ പ്രാവശ്യം അവര് സീരിയയിൽ തന്നെ നിന്നു, ടോപ്പ് 10 ഒക്കെ ഫിനിഷ് ചെയ്തു. ഒരു ബ്രില്യൻ ജോബാണ്. പക്ഷെ ഇപ്പൊ തന്നെ സെസ്ക് ഫാബ്രിഗാസിന് ഇന്റർ മിലാന്റെ ജോബ് കൊടുക്കണം. ഇന്റർ മിലാൻ ഹൈ പ്രഷർ ടീമാണ്, ഹൈ ലെവലിൽ കളിക്കേണ്ട ടീമാണ്. ഹൈ കോമ്പറ്റീഷൻ, ചാമ്പ്യൻസ് ലീഗ്, കോപ്പ ഇറ്റാലിയ, അങ്ങനത്തെ മിഡ് വീക്കില് ഓരോ 3 മത്സരം ഉണ്ടാവും. ഓരോ ദിവസം, ഓരോ ആഴ്ചയിൽ 3 മത്സരം ഉണ്ടാവും. അതൊരു ടീമാണ്. അവർക്ക് ഇപ്പോഴും ഇന്റർ മിലാൻ ഇപ്പോഴും സ്കൂഡറ്റോയ്ക്കും ചാമ്പ്യൻസ് ലീഗിനും ഫൈറ്റ് ചെയ്യാം. അത്ര നല്ല ടീമുണ്ട് അവർക്ക്. പക്ഷെ മാനേജറാണ് അവർക്ക് ഇനി വേണ്ടത്. ഇപ്പൊ ഫാബ്രിഗാസ് അതിന് പറ്റിയൊരു മാനേജറാണോ? എന്ത് പറഞ്ഞാലും ആൾക്ക് സീരിയൽ എക്സ്പീരിയൻസ് ഉണ്ട്, അത്തനാണ് ഇതൊക്കെ പറയാൻ. ഇത് ഇന്റർ മിലാന്റെ ഒരു ലെസ് എക്സ്പീരിയൻസ് ഉള്ള മാനേജറാണ്. ഇന്റർ മിലാനെ മാനേജ് ചെയ്യാനുള്ള ഒരു ആയിട്ടില്ല. അതൊക്കെയായോ ഫാബ്രിഗാസ്? രണ്ടാമത്തെ പേര് പിന്നെ കേൾക്കുന്നത് റോബർട്ടോ ഡിസർബി. ഇപ്പത്തെ ബാഴ്സയുടെ മാനേജറാണ് ഡിസർബി. അവർ 2ാം സ്ഥാനത്താണ് അവര് ഫിനിഷ് ചെയ്ത്. അവർക്ക് നെക്സ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ഉണ്ട്. ഇപ്പൊ റിപ്പോർട്ട് പ്രകാരം ഡിസർബിനെ വിൽക്കാൻ പ്ലാൻ ഇല്ല മാർസൈക്കുന്നാണ്. ഒളിമ്പിക് ടീം മാർസൈ അവർക്ക് ഡിസർബിന് ഇപ്പൊ വിൽക്കാനുള്ള പ്ലാൻ ഇല്ലാതാക്കിയിട്ടുണ്ട്. പിന്നെ ആരാണ് നെക്സ്റ്റ് അവൈലബിൾ ഓപ്ഷൻ ആയിട്ടുള്ളത് മാർക്കറ്റില്? ടെറിസിച്ച് ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ ടെറിസിച്ച് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഫോർമർ ബൊറൂഷ്യ ഡോട്ട്മുണ്ട് മാനേജറാണ്. അവർ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ വരെ എത്തിച്ചു. ഒരു നല്ല ഓപ്ഷനാണ് ടെറിസിച്ച്. അല്ലാതെ ആരാണുള്ളത് ഒരു അവൈലബിൾ ആയിട്ടുള്ള മാനേജർ മാർക്കറ്റില്? ആരുമില്ല. ഞാൻ ഇന്റർ മിലാനെ പ്രിഫർ ചെയ്യുന്ന ഒരു മാനേജറാണ് റോബർട്ടോ ഡിസർബി. അവർ നല്ല മാനേജർ ആയിരിക്കും, പക്ഷെ ഡിഫിക്കൽട്ട് ആണ്. ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ആള് മാർസെ വിടാൻ ചാൻസ് കുറവാണ്. വെരി ഡിഫിക്കൽട്ട് ആണ് ഡിസർബി. പ്ലേയേഴ്സിന്റെ മാനേജേഴ്സിന്റെ കാര്യം മാത്രമല്ല, പ്ലേയേഴ്സിന്റെ കാര്യം തന്നെയാണ്. ബസ്തോണി ചിലപ്പം ലീവ് ചെയ്യുന്നു കേൾക്കണു, പിന്നെ മാർക്കസ് ടൂറാം ലീവ് ചെയ്യുന്നു കേൾക്കണു, ഫർട്ടേസി, അങ്ങനെ എത്ര കുറെ പ്ലേയേഴ്സ് അവർ ലീവ് ചെയ്യും. അപ്പൊ നെക്സ്റ്റ് സീസണിൽ ഇതേപോലത്തെ ഒരു കോമ്പറ്റീഷൻ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇതുപോലെ ചാമ്പ്യൻസ് ലീഗില് നോക്കൌട്ട് സ്റ്റേജസ് കളിക്കാൻ പറ്റുമോ? ഒക്കെ കാത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ആരായിരിക്കും ഒരു നെക്സ്റ്റ് മാനേജർ എന്ന രീതി അനുസരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഒരു നമ്മുടെ പുതിയ ചാനലാണിത്. നമ്മളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. എന്തായാലും വെറൈറ്റി വീഡിയോസ് വരുന്നുണ്ടാവും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ദിസ് ചാനൽ. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.